ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോർത്ത് ഈസ്റ്റ് പോകാൻ നിൽക്കുകയാണ്. വണ്ടിയിൽ കുറേ കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു ലോങ് ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ വണ്ടിയിൽ അത്യാവശ്യമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇതിനു വേണ്ടി വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് പെട്രോൾ ഫിൽറ്റർ, അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, പിന്നെ ആക്സിലേറ്റർ കേബിൾ, ക്ലച്ച് കേബിൾ, പിന്നെ നമ്മൾ ബ്രേക്ക് പാഡ് ഇതിൻ്റെ മുന്നേ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇതെല്ലാം ഇതിൽ മാറ്റാൻ പോവുകയാണ്. അങ്ങനെ നമ്മളെ വണ്ടി മുഴുവനായിട്ട് അഴിക്കാൻ തുടങ്ങി. കണ്ടോ, ഒരാളിത് റേസ്, പിന്നെ ഇതാ ഉള്ളിൽ മോട്ടർമേറ്റ്, രണ്ടാളും കൂടെയാണ് വർക്ക് ചെയ്യണത്. മോട്ടർമേറ്റ് സാറല്ലേ? അങ്ങനെ ടാങ്കിൻ്റെ കേസ് അഴിച്ചു മാറ്റിയപ്പോൾ കണ്ടോ, ഇത്ര ഉള്ളൊരു ടാങ്ക്. ഇത്ര വലിയ വണ്ടിക്ക് ചെറിയൊരു ടാങ്കാണുള്ളത്. അങ്ങനെ റേസും അതേപോലെ മോട്ടർമേറ്റും കൂടെ ടാങ്ക് ഒരു മാറ്റുകയാണ്. എങ്ങനെയുണ്ടാ, കിട്ടണില്ലേ? പെട്രോൾ കൂടുതലാണെന്നോ? ഹായ്, അതിലങ്ങനെ കൂടുതൽ വരാൻ ചാൻസ് ഇല്ലല്ലോ. നല്ല വെയിറ്റ് ഉണ്ട്. ടാങ്കിൻ്റെ വെയിറ്റ് ആവും ആണോ? ഇതാണ് നമ്മുടെ വണ്ടിയുടെ എയർ ഫിൽറ്റർ പറഞ്ഞത്. ഇനി ഇത് അഴിച്ചു നോക്കുകയാണ്. നമുക്കിത് അഴിച്ചു നോക്കി കഴിഞ്ഞാൽ ഇത് മാറ്റാനായിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. ഇത് നമ്മൾ എടുത്തിട്ട് എയർ ഫിൽറ്റർ ഒന്നും മാറ്റിയിട്ടില്ല. കൂടുതൽ ആളുകളും ഇതൊന്നും മാറ്റാറില്ല. എൻ്റെ പൊന്നെ, അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റാനായിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ അകത്ത് കണ്ടോ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വണ്ടിക്ക് പെർഫോമൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. എന്തൊക്കെയാണ് ഇങ്ങനെ ഈ എയർ ഫിൽറ്റർ ആയിക്കഴിഞ്ഞാൽ? ഇതാണ് പുതിയ എയർ ഫിൽറ്റർ. കണ്ടോ, ഇത് കട്ട പിടിച്ചിട്ട് കണ്ടോ. ഈ എയർ ഫിൽറ്ററേ ബ്രോ, എയർ ഫിൽറ്റർ ഇങ്ങനെ പഴയതായി കഴിഞ്ഞാൽ, ഇത്ര മോശമായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വണ്ടിയിൽ വരുന്നത്? പെർഫോമൻസ് നല്ല കുറവാകും. കണ്ടോ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും. ഇതൊക്കെ പറഞ്ഞാൽ അധികം ആളുകളും മാറ്റൂല. അപ്പോൾ നമുക്ക് വണ്ടിക്ക് വലിയില്ല, അതേപോലെ തന്നെ മൈലേജ് ഷോർട്ടാണ്, പിന്നെ അതുപോലെ പെർഫോമൻസ് കുറവാണെന്നൊക്കെ. അതെ, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടാങ്കിൻ്റെ അടിയിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും മാറ്റൂല. കണ്ടോ, ഇത് രണ്ടിലുള്ള മാറ്റം കണ്ടോളി. അപ്പോൾ ഏതായാലും ഇനി ഇത് മാറ്റുകയാണ്. നമുക്കിതൊക്കെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇനി നമ്മൾ പുതിയ എയർ ഫിൽറ്റർ മാറ്റാൻ പോവാണ്. ഇതിടുന്ന രീതി കാണിച്ചു തരാം. കണ്ടോ, ഈ രണ്ട് ക്ലിപ്പുണ്ട്. അതെ, ഈ രണ്ട് ക്ലിപ്പാണ് ഇതിലേക്ക് കൊടുക്കുകയാണ്. നമ്മളെ വണ്ടി 21,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ്പോൾ തന്നെ ഈ എയർ ഫിൽറ്റർ കണ്ടോ, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ആയി. ശരിക്കും പറഞ്ഞാൽ ഒരു 15,000 കിലോമീറ്ററിൻ്റെ ഒക്കെ ഉള്ളിൽ ശരിക്കും മാറ്റേണ്ട ഒരു സംഭവമാണത്. പക്ഷെ നമ്മളാരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ നമുക്കെല്ലാവർക്കുള്ള പ്രശ്നം പെർഫോമൻസ് കുറവാണ്, അതുപോലെ തന്നെ വലി കുറവാണ്, മൈലേജ് ഇല്ല, അങ്ങനത്തെ കംപ്ലൈൻറ്റുകളായിരിക്കും എല്ലാവർക്കും പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റിയാൽ നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടുമെന്നാണ് തോന്നുന്നത്. ഇനി നമ്മൾ ഈ വണ്ടിയുടെ പെട്രോൾ ഫിൽറ്റർ ഊരാൻ പോവാണ്. കണ്ടോ, ഇതാണ് പഴയ പെട്രോൾ ഫിൽറ്റർ. ഇത് നമ്മൾ പുതിയ വാങ്ങിച്ചത്. ഈ പെട്രോൾ ഫിൽറ്ററും നമുക്ക് മാറ്റേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ പല പമ്പിൽ നിന്നും ആണ് പെട്രോൾ അടിക്കുക. അത് പല ക്വാളിറ്റിയും അതിൽ പല കരടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഈ ഫിൽറ്ററിൽ അടിഞ്ഞു കൂടും. അങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ കറക്റ്റായിട്ട് എണ്ണ വരില്ല. അങ്ങനെ നമുക്ക് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മാറ്റുന്നത്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ 21,000 കിലോമീറ്റർ ആയി. ഇതിൻ്റെ അടിയിലൊന്നും മാറ്റിയിട്ടുണ്ടാവില്ല. ഷോറൂമിൽ എന്തായാലും ഇങ്ങനത്തൊന്നും അവർ പറയാതൊന്നും മാറ്റില്ല, നമ്മൾ പറയാതെ മാറ്റൂല. ഇപ്പോൾ നമ്മൾ പുതിയ പെട്രോൾ ഫിൽറ്റർ ഇതിൽ വെച്ചു. കണ്ടോ, ഇനി നമുക്ക് ചെറിയ തോതിലുള്ള മിസ്സിങ്ങൊക്കെ ചില സമയങ്ങളൊക്കെ വരാറുണ്ട്. അതൊക്കെ ഇനി ഒഴിവാകും. ഇനി നമ്മൾ ക്ലച്ച് കേബിൾ മാറ്റാൻ പോവാണ്. കണ്ടോ, പഴയ ക്ലച്ച് കേബിൾ അഴിക്കുകയാണിത്. ഇനി നമ്മൾ ഈ പുതിയ ക്ലച്ച് കേബിൾ ഇടും. കണ്ടോ, അപ്പോൾ നമ്മൾ ക്ലച്ച് കേബിൾ അഴിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ നമ്മൾ അഴിക്കണം എന്നുണ്ടെങ്കിൽ അഴിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ
നമുക്ക് ഈ വൈസർ ഊരണം. പിന്നെ അതുപോലെ തന്നെ ഈ ഹെഡിൻ്റെ ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് നമുക്ക് എടുക്കണം. ഹെഡൊന്ന് ലൂസാക്കിയെങ്കിലേ നമുക്ക് ഈ ആക്സിലറേറ്റർ കേബിൾ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അത് അഴിക്കുകയാണ്. ഇപ്പോൾ പുതിയ ക്ലച്ച് കേബിൾ ഇട്ട് കഴിഞ്ഞു. ഇനി കണ്ടോ മച്ചാനെ ആക്സിലറേറ്റർ കേബിൾ കുടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടോ നമ്മുടെ വണ്ടി കണ്ടോ, ഇതാണ് നമ്മുടെ വണ്ടി മൊത്തമായിട്ട് അഴിച്ചപ്പോഴുള്ള അവസ്ഥ. ഇപ്പോൾ നമ്മൾ ഇതിലെല്ലാം ഇൻസ്റ്റാൾ ചെയ്തു. ക്ലച്ച് കേബിൾ, അതുപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ, പിന്നെ പെട്രോൾ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ഇത്രയും സാധനങ്ങൾ നമ്മൾ മാറ്റി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഓയിൽ ഫിൽറ്റർ മാറ്റിയിട്ടില്ല. അത് കാരണം നമ്മൾ എൻജിൻ ഓയിൽ മാറ്റുന്നൊരു വീഡിയോ വേറെ ചെയ്യും. ഇപ്പോൾ കണ്ടോ ടാങ്ക് കയറ്റാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ വണ്ടിയിലെ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. കണ്ടോ ക്രാഷ് കാർഡും കാര്യങ്ങളും ഒക്കെ മാറ്റി എല്ലാ കാര്യങ്ങളും സെറ്റായി. ഇനി നമുക്ക് ഇതിൽ ഫോഗ് ലാമ്പ് പിടിപ്പിക്കാണ്ട്, പിന്നെ അതുപോലെ തന്നെ സാഡിൽ ബാഗ്, പിന്നെ ടോപ്പ് ബോക്സ് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വേറെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.